അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നല്ല ചൂടാവി പറക്കണ നല്ല ഉണക്കമീനും ചേമ്പും കൂടിയുള്ള കറിയാണ് കേട്ടോ. നല്ല നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉണക്കമീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പോവാനായിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കണത്. അല്ലെങ്കിൽ പിന്നെ കറിയിൽ ഉപ്പ് അധികമാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട്. വലിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ചെറുചേമ്പ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ചെറുചേമ്പാണെങ്കിൽ നല്ല നാവിലിട്ട് അലിഞ്ഞു പോണ പോലെ വെന്ത് നല്ല ടേസ്റ്റിൽ വരും. പക്ഷേ കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചേമ്പ് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള റബ്ബർ എസ്റ്റേറ്റിൽ ഒരു അച്ചാച്ചനും അമ്മാമ്മയും കൃഷി ചെയ്തിരുന്നു കേട്ടോ. ഈ റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇലക്ട്രിസിറ്റിയുടെ ടവർ പോകണ കാരണം അതിൻ്റെ ചുവട്ടിലൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല കേട്ടോ. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ അവർ ചെറിയ ചെറിയ കൊള്ളി, അതുപോലെ കൂർക്ക, ചേമ്പ്, ചേനയൊക്കെ നടുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ദിവസം രാവിലെ അവിടെ നിന്നാണ് പാല് വാങ്ങിയിരുന്നത്. അവർക്ക് പശു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചച്ചൻ പാല് കൊണ്ടുവന്നേരം രാവിലെ തന്നെ വരുമ്പോൾ അയ്യോ എൻ്റെ ചേമ്പ് പന്നി തിന്നു, കൂർക്ക പന്നി തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു എൻ്റെ കടക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയൂട്ടാ. അപ്പോൾ അന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ പന്നി ഇതൊക്കെയാണ് തിന്നുക, കാട്ടുപന്നി ഉണ്ട്, മറ്റേ പന്നി ഉണ്ട്, വേറെ എന്നുള്ള അന്നത്തെ ബോധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണല്ലേ അവർക്ക് കഴിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പാവ അച്ചാച്ചൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതൊക്കെ കുറേയൊക്കെ പകുതിയോളം ഇങ്ങനെ നശിച്ചു പോട്ടാ. ഇപ്പോൾ അച്ചാച്ചൻ മരിച്ചു പോയിട്ടാ. ഇപ്പം എന്തോ ചേമ്പ് നന്നാക്കുമ്പോൾ എനിക്ക് ആളെ ഓർമ്മ വന്നു. അപ്പം ഞാൻ കുഞ്ഞുമാണ് വീഡിയോ എടുത്ത് തരണേട്ടാ. അപ്പം ഞാൻ അവളോട് ആ കാര്യം പറഞ്ഞിട്ട് അവളൊന്നും കണ്ടിട്ടില്ല അച്ചാച്ചനെ. കണ്ടിട്ടുണ്ടാവും പക്ഷേ ഓർമ്മയില്ല എന്നാണ് പറയണേ. അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് മുഴുവൻ നന്നാക്കി എടുത്തുട്ടാ. എന്നിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ചട്ടിയിലാണ് ഇത് വെക്കണേ. ആ ചട്ടിയിലേക്ക് പകർത്തി കൊടുത്തു കേട്ടോ. ചെറുചേമ്പാണെങ്കിൽ ഇങ്ങനെ കഴുകുമ്പോൾ കൈ നല്ലപോലെ ചൊറിയും. അപ്പം നമ്മളൊരു കൊട്ടക്കൈയിൽ കൊണ്ട് ഊറ്റിയെടുക്കണം കേട്ടോ. അതിപ്പോൾ വലിയ ചേമ്പായതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഊറ്റിയെടുത്തു. പിന്നെ ഉണക്കമീൻ വെള്ളത്തിലിട്ടതും എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. പൊടികളിൽ ഞാൻ ആദ്യമായിട്ട് ചേർക്കണത് ഉപ്പാണ്. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഉണക്കമീനായതുകൊണ്ട് ഉപ്പുണ്ടാവും. നമ്മൾ എത്ര വെള്ളത്തിലിട്ട് കളഞ്ഞാലും അതിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കറി വെന്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചേമ്പായതുകൊണ്ട് ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം വേണ്ടി വരും. കുക്കറിലാണ് വെക്കണമെന്ന് വെച്ചാൽ ഇത്ര അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴേക്കും ചേമ്പ് നല്ല വെന്തുടഞ്ഞ് വരും. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടിയും ചേർക്കാനുണ്ട്. ഒരു 10 കുഞ്ഞുള്ളി ചേർക്കാം കേട്ടോ. ഈ ഉള്ളി ഞാൻ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചത് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുഞ്ഞുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. സവോള ചേർത്താൽ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് അരിഞ്ഞ് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടതാണ് വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഒരു 3-4 മതി, അധികം വേണ്ട കേട്ടോ. വേണമെങ്കിൽ ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീരും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നാടൻ മുളകാണ് എടുത്തിട്ടുള്ളത്, നാടൻ ചീനി മുളക്. അതങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തിരുന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും അതിനുള്ള അരപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ. നമുക്ക് അതിനായിട്ട് അരമുറി നാളികേരം ചിരകി എടുക്കുക. എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും ചേമ്പ് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വാളംപുളി കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ വാളംപുളി അല്ലെങ്കിൽ കുടംപുളി നമുക്ക് ചേർക്കാം കേട്ടോ. കുടംപുളി ഇഷ്ടമുള്ളവർക്ക്. ഇവിടെ കുടംപുളിയുടെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളിയാണ് ചേർക്കണത്. എന്നിട്ട് ഈ പുളി നല്ലപോലെ തിളച്ച് ചേമ്പിലും മീനിലൊക്കെ പിടിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഒരുപാട് വെള്ളത്തിലല്ല ഈ കറി വെക്കണേ, നല്ല കുറുകുറു എന്നുള്ള രീതിയിലാണ് വെക്കണത്. അപ്പം നമ്മൾ അധികം പുളിവെള്ളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നാളികേര അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അത് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. പിന്നെ ഒരു തിളച്ചാൽ മതി കേട്ടോ. അധികം നേരം കിടന്ന് തിളച്ച് നാളികേരം വേവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിളച്ച് വന്നാൽ മതി. അധികം നേരം തിളച്ചാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഞാൻ ഒരു തിളച്ചപ്പോൾ തന്നെ കറി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിത് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കുക കേട്ടോ. പിന്നെ കുറച്ച് കടുകും പൊട്ടിക്കുക. പിന്നെ കുഞ്ഞുള്ളി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായി മൂക്കണ വരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് മുഴുവൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ മുഴുവൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട്. മുഴുവൻ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി മൂപ്പിച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് കറി അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആ മണമൊക്കെ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നല്ല നാടൻ രീതിയിലുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ.